ഇരുചക്ര വാഹനങ്ങളിൽ മൂന്നാമതൊരാളെ കയറ്റാൻ കേന്ദ്രത്തിന്റെ അനുമതിയില്ല. മാതാപിതാക്കൾക്കൊപ്പം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. സംസ്ഥാനത്ത് AI ക്യാമറകൾ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് കേന്ദ്ര നിലപാട്. രാജ്യസഭാ അംഗവും CPM നേതാവുമായ എളമരം കരീമിന് നൽകിയ മറുപടി കത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിലപാട് അറിയിച്ചത്. ഇരുചക്ര വാഹനങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പം മൂന്നാമത്തെയാളായി 10 വയസ്സിന് താഴെ പ്രായമായ കുട്ടികളെ കൂടി യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു എളമരം കരീം കത്തയച്ചത്. സംസ്ഥാനത്ത് ഉയർന്നുവന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കത്ത്. എന്നാൽ ഈ ആവശ്യം കേന്ദ്രം തള്ളി. നിയമപരമായി മൂന്നാമതൊരാൾക്ക് കൂടി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാനാകില്ലെന്നും ഇക്കാര്യം അനുവദിക്കാനാകില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി. 1988 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 128 വകുപ്പ് പ്രകാരം ഡ്രൈവറും ഡ്രൈവറുടെ പിൻസീറ്റിൽ ഒരാളുമടക്കം 2 പേർക്ക് മാത്രമേ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. ഈ നിയമത്തെ മറികടക്കാനാകില്ലെന്ന് നിതിൻ ഗഡ്കരി കത്തിൽ പറയുന്നു. ആഗോളതലത്തിൽ തന്നെ 2 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇരുചക്ര വാഹനങ്ങളുടെ രൂപകൽപ്പന. അനുവദനീയമായതിൽ കൂടുതൽ ഭാരം വാഹനത്തിന്റെ ആക്സിലുകൾക്കും ടയറുകൾക്കും താങ്ങാനാകില്ല. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അത് പാലിച്ചേ മുന്നോട്ടു പോകാനാകൂവെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അതേസമയം നാളെ മുതൽ സംസ്ഥാനത്ത് AI ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിലപാട് വലിയ തിരിച്ചടിയാകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.